സിന്ദൂരരേഖ ഭാഗം 52. നിനക്കെന്താ തറവാട്ടിലേക്ക് പോകാൻ ഇത്ര എതിർപ്പ്? ഉറച്ച തീരുമാനം പോലെ അമ്മാള് പറയുന്നത് കേട്ടതും മനു അവളോട് സംശയത്തോടെ ചോദിച്ചു. അതൊക്കെ വലിയ കഥയാ. ഒരു പക്ഷേ അമ്മയുടെ തറവാട്ടിലുള്ളവരോട് നിങ്ങൾക്കുള്ളതിനേക്കാൾ ദേഷ്യം തോന്നേണ്ടത് എനിക്കാണ്. അവൾ പറഞ്ഞതും മനു അവളെ തന്നെ നോക്കിയിരുന്നു. അത്ര വലിയ കാര്യങ്ങളൊക്കെ നിനക്കുണ്ടോ? എൻ്റെ അച്ഛൻ മാണിക്കശ്ശേരി തറവാട്ടിലെ കാര്യസ്ഥനായിരുന്നു, അതറിയോ? അതെനിക്കറിയാം. ഇടയ്ക്കൊക്കെ അമ്മയ്ക്ക് നിൻ്റെ അച്ഛനെക്കുറിച്ച് പറയാൻ മാത്രമേ നേരം ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് ഓർമ്മ വെച്ചതിൽ പിന്നെ അമ്മയുടെ സ്വന്തം ആങ്ങളമാരെക്കുറിച്ച് പറയുന്നതിലും കാര്യമായിട്ട് ദാസേട്ടനെക്കുറിച്ച് പറയുമായിരുന്നു. മനു പറഞ്ഞതും അമ്മാളും അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അത് അച്ഛനും അങ്ങനെ തന്നെയാണ്. ശ്രീമോളെക്കുറിച്ച് ഒത്തിരി പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ. രണ്ടുപേരും അത് പറഞ്ഞിരുന്ന് ചിരിച്ചു. ശരിക്കും ഇവർ രണ്ടുപേരായിരുന്നു സിബ്ലിങ്സ് ആയിട്ട് ജനിക്കേണ്ടിയിരുന്നത് അല്ലേ? മനു ചോദിച്ചതും അമ്മാളും അതേന്ന് തലയാട്ടി. പിന്നെ ബ്രദർ സിസ്റ്റർ റിലേഷൻ ആവാൻ വേണ്ടിയിട്ട് ബ്ലഡ് റിലേഷൻ തന്നെ വേണമെന്നൊന്നുമില്ലല്ലോ. യെസ്, മനു പറഞ്ഞതും അമ്മാള് പുഞ്ചിരിച്ചു. അതല്ല, തറവാട്ടിലുള്ളവരായിട്ട് നിങ്ങൾക്കെന്താ പ്രശ്നമെന്ന് പറഞ്ഞില്ലല്ലോ. അത് ഇപ്പോഴൊന്നും അല്ല, അതൊക്കെ കുറച്ച് നാൾ മുൻപ് തുടങ്ങിയതാണ് ഈ പ്രശ്നങ്ങൾ. എനിക്ക് ഓർമ്മ വയ്ക്കുമ്പോൾ മുതൽ അച്ഛൻ അവിടുത്തെ കാര്യസ്ഥനാണ്. കുറച്ച് നാൾ മുൻപ്, അതായത് ഏകദേശം 10 വർഷങ്ങൾക്ക് മുൻപ്, അന്ന് തറവാട്ടിലുള്ളവരെല്ലാവരും ചേർന്ന് എൻ്റെ അച്ഛനെ കള്ളനാക്കി. ഞാനന്നേരം 9 പഠിക്കുമായിരുന്നു. അനിയനന്നേരം കുഞ്ഞാ. ഞാനും അവനും കൂടി സ്കൂളിൽ പോയി തിരികെ വന്നപ്പോൾ വീട്ടിൽ അച്ഛനും ഇല്ല, അമ്മയും ഇല്ല. പേടിച്ചിരിക്കുന്ന നേരത്തായിരുന്നു അച്ഛനും അമ്മയും കൂടി ഒരു ഓട്ടോറിക്ഷയിൽ വീടിൻ്റെ മുന്നിൽ വന്നിറങ്ങിയത്. എന്താണെന്നറിയാതെ പുറത്തേക്ക് ഞാനും ഒപ്പും ഇറങ്ങി വന്ന് നോക്കുമ്പോൾ കാണുന്നത് അടികൊണ്ട് ആകെ അവശനായി വന്നിരിക്കുന്ന അച്ഛനെയാണ്. പെട്ടെന്ന് കണ്ടപ്പോൾ ആകെ ഞെട്ടിപ്പോയിരുന്നു. കാരണം രാവിലെ സ്കൂളിലേക്ക് പോകുന്നതിന് മുൻപ് വരെ ഒരു കുഴപ്പമില്ലാതെ അച്ഛൻ ജോലിക്ക് പോകുന്നത് കണ്ടതാണ്. പക്ഷേ അപ്പോൾ അങ്ങനെ ഒരവസ്ഥയിൽ അച്ഛനെ കണ്ടപ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. അത് പറഞ്ഞപ്പോൾ തന്നെ അമ്മാളുവിൻ്റെ കണ്ണുകൾ ഈറനായി. മനു ആണെങ്കിൽ അവളോട് എന്ത് പറയണമെന്ന് അറിയാതിരിക്കുമായിരുന്നു. അന്നേരം എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാത്ത അവസ്ഥയായിപ്പോയി. പെട്ടെന്ന് അങ്ങനെ അച്ഛനെ കാണുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അതിൻ്റെ ഒരു ഞെട്ടലും ഭയവും ഒക്കെ ആയിരുന്നു എനിക്ക്. ഇടറുന്ന ശബ്ദത്തിൽ അമ്മാള് പറഞ്ഞതും മനു അവളെ തന്നെ നോക്കിയിരുന്നു. അന്ന് അച്ഛൻ അങ്ങനെ ഒരു സംഭവം പറ്റിക്കഴിഞ്ഞപ്പോൾ ആണ് ശ്രീയമ്മ ഞങ്ങളുടെ വീട്ടിലേക്ക് ആദ്യമായിട്ട് വരുന്നത്. അന്ന് വന്നപ്പോൾ മുതൽ അറിയുന്നതാണ് ശ്രീയമ്മയെ. അന്ന് ശ്രീയമ്മ തറവാട്ടിലേക്ക് വിളിച്ച് നല്ല ചീത്ത പറഞ്ഞു. ഒടുക്കം അവർ വിളിച്ച് അച്ഛനോട് ക്ഷമ ചോദിക്കുകയോ ചെയ്തിരുന്നു. ആ സംഭവം കഴിഞ്ഞതിന് ശേഷമാണ് അച്ഛന് പിന്നീട് അറ്റാക്ക് വരുന്നത്. ചിലപ്പോൾ അന്നത്തെ ആ സംഭവം മനസ്സിനുള്ളിൽ അപ്പോഴും കിടന്നിരുന്നത് കൊണ്ടാവാം അച്ഛൻ അങ്ങനെ ഒരു അറ്റാക്ക് പറ്റിയത്. ചിലപ്പോൾ ഇതൊക്കെ മറക്കാനും പൊറുക്കാനും ഒക്കെ ആകുന്ന തെറ്റുകളാകാം. എങ്കിലും എൻ്റെ മനസ്സിൽ നിന്ന് ഇതൊന്നും ഒരിക്കലും മാഞ്ഞു പോകുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല മനുവേട്ട. അങ്ങനെ എല്ലാം മറന്ന് എനിക്ക് ആ തറവാട്ടിലേക്ക് കയറി ചെല്ലാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇനി മേലിൽ ആ പടി ചവിട്ടില്ലെന്ന് അച്ഛൻ തീരുമാനം എടുത്തിട്ടുണ്ട്. അതേ തീരുമാനം തന്നെയാണ് എനിക്കും. ഇന്ന് വരെ ഞാൻ ആ തറവാട്ടിലേക്ക് പോയിട്ടില്ല. ഇനി അങ്ങോട്ട് ഞാൻ കയറുകയില്ല. അമ്മാള് പറഞ്ഞതും മനു അവളെ നോക്കിയിരുന്നുകൊണ്ട് ഒന്ന് മൂളിയതല്ലാതെ മറുത്തൊന്നും പറഞ്ഞില്ല. അപ്പോൾ എൻ്റെ ഭാര്യയും എന്തായാലും തറവാട്ടിലേക്കില്ലെന്ന് തീരുമാനിച്ചു അല്ലേ? കട്ടിലിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് മനു ചോദിച്ചതും അമ്മാളും ഒന്ന് മൂളി. ആ രാത്രി കിടന്നുറങ്ങുമ്പോഴും അമ്മാളുവിൻ്റെ ചിന്തകൾ മുഴുവൻ നിറഞ്ഞു നിന്നത് അച്ഛൻ്റെ കാര്യങ്ങളും ആ തറവാടിനെക്കുറിച്ചുള്ള കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അവൾ അങ്ങനെ ചിന്തിച്ച് കിടക്കുമ്പോൾ അവളുടെ മറുവശത്തായി കിടന്നിരുന്ന മനുവിനും ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം ഉണ്ണി പോകുന്നതിന് മുൻപ് അമ്മ തറവാട്ടിലേക്ക് പോകുന്ന കാര്യം എല്ലാവരെയും ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു. മനു, വരുന്ന വെള്ളിയാഴ്ചയാണ് അമ്പലത്തിൽ ഉത്സവം തുടങ്ങുന്നത്. അതായത് നിങ്ങൾക്കിനി വിശാഖപട്ടണത്തേക്ക് പോകേണ്ട ദിവസമാണ്. എക്സിബിഷൻ്റെ ഡേറ്റ് പോസ്റ്റ്പോൺ ചെയ്യണം. അമ്മ പറഞ്ഞതും അപ്പോഴാണ് അങ്ങനെയൊരു കാര്യത്തിനെക്കുറിച്ച് മനു ആലോചിക്കുന്നത് തന്നെ. എക്സിബിഷൻ പോസ്റ്റ്പോൺ ചെയ്യുന്ന കാര്യം അവൻ ചിന്തിച്ചത് കൂടിയില്ലായിരുന്നു. അമ്മ, അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല. എക്സിബിഷൻ അങ്ങനെ പെട്ടെന്ന് മാറ്റിവെക്കാൻ പറ്റുമെന്നൊന്നും തോന്നുന്നില്ല. അത് പറഞ്ഞിട്ട് കാര്യമില്ല മനു. എങ്ങനെയായാലും ഉത്സവം കഴിയുന്ന സമയം വരെ കുടുംബക്കാരെല്ലാവരും അമ്പലത്തിലുണ്ടാവേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അതുകൊണ്ട് എക്സിബിഷൻ മാറ്റിവെക്കാൻ പറ്റിയില്ലെങ്കിലും ഇല്ലെങ്കിലും നിനക്ക് പോകാൻ പറ്റില്ല. അത് പറഞ്ഞിട്ടും മനു ഒന്നും പറഞ്ഞില്ല. അവനിനി എന്ത് ചെയ്യും എന്നുള്ള ആലോചനയിലായിരുന്നു. പിന്നെ ഈ വരുന്ന വെള്ളിയാഴ്ച ഉത്സവം തുടങ്ങുമ്പോൾ വെളുപ്പിന് ഞാൻ അവിടെ വേണ്ടതാണ്. അതുകൊണ്ട് വ്യാഴാഴ്ച വൈകിട്ട് തന്നെ ഞാൻ അങ്ങോട്ടേക്ക് പോകും. വ്യാഴാഴ്ച തന്നെ നിങ്ങളും ദേവനിലയത്തിലേക്ക് എത്തിയിരിക്കണം കേട്ടോ. അമ്മ പറഞ്ഞതും എല്ലാവരും അത് സമ്മതിച്ചു. ആ കാര്യത്തിൽ ആർക്കും കൂടുതൽ എതിരഭിപ്രായമൊന്നും ഉണ്ടായിരുന്നില്ല. ദിവസങ്ങൾ പതിയെ കഴിഞ്ഞുപോയി. മനു എക്സിബിഷൻ മാറ്റിവെക്കാൻ തീരുമാനിച്ചില്ലെങ്കിലും അവൻ ഒരാഴ്ച കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്ന കാര്യം അവിടെ വിളിച്ചറിയിച്ചു. അവിടെ അവൻ്റെ ടീം എല്ലാവരും നേരത്തെ എത്തിച്ചേർന്നത് കൊണ്ട് തന്നെ അവർ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തോളാന്ന് പറഞ്ഞതും ആ കാര്യത്തിലും തീർപ്പായി. വ്യാഴാഴ്ച രാവിലെ തന്നെ അമ്മ തറവാട്ടിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ്.
അവിടുന്ന് ഏട്ടന്മാരും ഏട്ടത്തിയും ഒക്കെ ബുധനാഴ്ച മുതൽ അമ്മയെ അങ്ങോട്ട് വരാനായി വിളിക്കുവാണ്. പക്ഷേ വ്യാഴാഴ്ച അങ്ങോട്ട് പോകാൻ അമ്മ മുന്നേ തീരുമാനിച്ചതുകൊണ്ട് അമ്മ ബുധനാഴ്ച വരുന്നില്ല, വ്യാഴാഴ്ച തന്നെ വരുള്ളൂ എന്ന് വിളിച്ചറിയിച്ചു. വൈകുന്നേരം ഉണ്ണി വന്നതിന് ശേഷം എല്ലാവരും അങ്ങോട്ടേക്ക് എത്തിയേക്കണം. ഇല്ലമ്മ, ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് നേരെ ദേവനിലയത്തിലേക്ക് എത്തിയേക്കാം. ഏട്ടനും ഏട്ടത്തിയും സമയം പോലെ അങ്ങോട്ട് വന്നോളും. ഉണ്ണി അങ്ങനെ പറഞ്ഞതും എല്ലാവർക്കും അത് സമ്മതമായിരുന്നു. അല്ലെങ്കിൽ പിന്നെ ഉണ്ണി വീട്ടിൽ വന്ന് വീണ്ടും ദേവനിലയത്തിലേക്കുള്ള യാത്ര ബുദ്ധിമുട്ടായിരിക്കും എന്ന് കരുതിയാണ് അവൻ അങ്ങനെ ഒരു കാര്യം മുന്നോട്ട് വെച്ചത്. അങ്ങനെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് അമ്മ തറവാട്ടിലേക്ക് പോയി. ഉണ്ണിയാണെങ്കിൽ കൃത്യസമയത്ത് ഹോസ്പിറ്റലിലേക്കും. വീട്ടിൽ അമ്മാളും മനുവും മാത്രമാണുള്ളത്. മനുവിന് എക്സിബിഷന് വെക്കാനുള്ള കുറച്ച് പെയിൻറ്റിങ്സ് ഒക്കെ ചെയ്തു തീർക്കാനുള്ളത് കൊണ്ട് അവൻ മുഴുവൻ സമയവും ആത്മാവിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു. അമ്മാളുവാണെങ്കിൽ പുറത്ത് ചെടിയൊക്കെ നനച്ച് നടന്നും ടി വി കണ്ടും ഫോണിൽ കളിച്ചും കുറച്ചു നേരം ബുക്സൊക്കെ വായിച്ചിരുന്നപ്പോഴേക്കും അവൾക്ക് മടുത്തു തുടങ്ങിയിരുന്നു. മനുവേട്ടാ! ഒടുക്കം അവനോട് എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞു ഇരിക്കാമെന്ന് കരുതി അവൾ മുറിയിലേക്ക് ഇടിച്ചു പൊളിച്ച് കയറി ചെന്നുകൊണ്ട് അവനെ വിളിച്ചു. വരുന്നു എന്നകത്തുനിന്ന് വിളിച്ചു പറഞ്ഞതിന് ശേഷം കുറച്ചു കഴിഞ്ഞ് അവൻ ആത്മാവിനുള്ളിൽ നിന്ന് ഇറങ്ങി വന്നു. മനുവേട്ടൻ എന്ത് ചെയ്യാ? അവൻ ഇറങ്ങി വന്ന മുറിയുടെ ഉള്ളിലേക്കൊന്ന് എത്തി നോക്കിക്കൊണ്ട് അമ്മാൾ ചോദിച്ചു. ഞാൻ കുറച്ച് പെയിൻറ്റിങ്സ് ഒക്കെ ചെയ്യുന്നു. നീ എന്താ വിളിച്ചത്? എനിക്കാകെ ബോറടിക്കുന്നു. ഞാനും അതിനകത്തേക്ക് വരട്ടെ? എന്നിട്ട് മനുവേട്ടൻ എന്തെങ്കിലും ഹെൽപ്പൊക്കെ ചെയ്തു തരാം. എൻ്റെ പൊന്നു മോളെ, വേണ്ട. സഹായിച്ചില്ലെങ്കിലും എന്നെ ഉപദ്രവിക്കാതിരുന്നാൽ മതി. അവൻ അങ്ങനെ പറഞ്ഞതും അവൾ അവനെ മുഖം ചുളിച്ച് നോക്കി. ഇപ്പോൾ സമയം ഉച്ചയ്ക്ക് 1 മണിയായി. എന്തായാലും വൈകുന്നേരം ഒരു 5 മണിയാകുമ്പോഴേക്കും നമുക്ക് ഇറങ്ങാം. അപ്പോൾ അതുവരെ ഞാൻ എന്ത് ചെയ്യാനാണ്? ഒന്നും ചെയ്യാനില്ലേ? അമ്മാളും ഇല്ലെന്ന രീതിയിൽ ചുമ്മല് കൂച്ചി കാണിച്ചു. അവൾ അങ്ങനെ പറഞ്ഞതും ഒരു നിമിഷം മനു ഒന്ന് ആലോചിച്ചു. അന്നേരം അവൾ കരുതിയത് അവൾക്കുള്ള എന്തെങ്കിലും കാര്യം പറയാൻ വേണ്ടിയിട്ടായിരിക്കും അവൻ ആലോചിക്കുന്നതെന്നാണ്. ഒരു കാര്യവും ചെയ്യാനില്ലെങ്കിൽ ഒരു കാര്യം ചെയ്, ഇവിടെ വന്ന് തലയും കുത്തി നിൽക്ക്. ഗൗരവത്തോടെ ആലോചിച്ചതിന് ശേഷം അവൻ സീരിയസ് ആയിട്ട് പറയുന്നത് കേട്ടതും അമ്മാളു അവൻ എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിച്ചു കേട്ട് നിൽക്കുമായിരുന്നു. പക്ഷേ പ്രതീക്ഷയ്ക്ക് വിപരീതമായി അവൻ അങ്ങനെ പറഞ്ഞതും അവൾ അവനെ ദേഷ്യത്തോടെ ഒന്ന് നോക്കി. മാനുവേട്ടാ! അവൾ അവനെ ഉറക്കെ ദേഷ്യത്തോടെ വിളിച്ചു. നീ ആ കട്ടിലിൽ കിടന്ന് ഉറങ്ങാൻ നോക്ക് സംസ്കൃതി. എനിക്ക് കുറച്ചുകൂടി വർക്ക് ചെയ്യാനുണ്ട്. അത് പറഞ്ഞ് അവൻ തിരികെ ആത്മാവിലേക്ക് തന്നെ കയറിപ്പോയതും അമ്മാളു ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ലല്ലോ എന്ന് കരുതി അവൻ പറഞ്ഞതുപോലെ കട്ടിലിലേക്ക് കയറി കിടന്നു. കുറച്ചു നേരം അങ്ങനെ ഉറക്കമില്ലാതെ കട്ടിലിൽ കിടന്നു കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് പതിയെ ഉറക്കം വരാൻ തുടങ്ങിയിരുന്നു. രാവിലെ ഭക്ഷണം കഴിക്കാൻ അല്പം വൈകിയത് കൊണ്ട് ഉച്ചയ്ക്ക് വിശപ്പില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിക്കാതെയാണ് അവൾ ഉറങ്ങിക്കളഞ്ഞത്. മനു വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞ് തിരിച്ചിറങ്ങി വന്നപ്പോഴേക്കും അമ്മാള് കട്ടിലിൽ കിടന്നുറങ്ങുന്നതാണ് കാണുന്നത്. അന്നേരം സമയം 3 മണിയൊക്കെ ആയിരുന്നത് കൊണ്ട് തന്നെ അവൻ അവളെ വിളിക്കാനും നിന്നില്ല. പക്ഷേ കുറച്ചു നേരം കൂടി കഴിഞ്ഞിട്ടും കുടല് കരിയുന്നത് പോലെ വിശപ്പ് തോന്നിയിട്ടാണ് അമ്മാൾ ഉറക്കത്തിൽ നിന്ന് ഉണർന്നത്. അപ്പോഴും അവൻ ആ മുറിയുടെ ഉള്ളിൽ തന്നെ ആയിരിക്കുമെന്ന് കരുതി അവൾ മുഖം ഒന്ന് കഴുകിയതിന് ശേഷം നേരെ താഴേക്കിറങ്ങി വന്നു. താഴേക്ക് വന്ന് നോക്കുമ്പോൾ മനു ഹാളിലെ സോഫയിൽ വന്നിരിക്കുന്നുണ്ട്. ആ, ഉറക്കഭ്രാന്തി ഉണർന്നോ? മനു അങ്ങനെ ചോദിച്ചപ്പോഴാണ് അവളൊന്ന് സ്വബോധത്തിലേക്ക് വന്ന് അവനെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ നിന്നത് തന്നെ. എനിക്ക് വിശക്കുന്നുണ്ട്. അവനങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും തന്നെ അമ്മാളും അവനോട് തിരികെ പറഞ്ഞത് ഇങ്ങനെയാണ്. ഐ ആം ഓൾസോ സ്റ്റാവിങ്. ഞാൻ നിന്നെ കാത്തിരുന്നതാണ്. മനു പറഞ്ഞതും അമ്മാളും മറ്റൊന്നും നോക്കാതെ നേരെ ഡൈനിങ് ടേബിളിൽ വന്നിരുന്നു. മനു തന്നെയാണ് 2 പേർക്കുമുള്ള ഭക്ഷണമൊക്കെ എടുത്തുകൊണ്ട് വന്നതും വിളമ്പിയതും ഒക്കെ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം തറവാട്ടിലേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അധികം സമയം പാഴാക്കാൻ നിൽക്കാതെ 2 പേരും വേഗം തന്നെ ഒരുങ്ങിയിറങ്ങി. ഉറക്കക്ഷീണം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ കാറിലേക്ക് കയറാൻ കാത്തു നിന്നതുപോലെ അമ്മാള് വേഗം തന്നെ കിടന്നുറങ്ങിക്കളഞ്ഞു. മനു അത് കണ്ടൊന്ന് നിശ്വസിച്ചുകൊണ്ട് വണ്ടിയെടുത്തു. കാറിൻ്റെ ഉള്ളിൽ നേരിയ തോതിൽ റേഡിയോ ഓണാക്കി പാട്ട് വെച്ചു. അത് കേട്ട് പോയിക്കൊണ്ടിരുന്ന സമയം സിഗ്നൽ എത്തിയപ്പോൾ കാർ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. അമ്മാളു അപ്പോഴും സ്വസ്ഥമായിട്ട് സീറ്റിലേക്ക് ചാരിയിരുന്ന ഉറക്കം തന്നെ. വീട്ടിലേക്ക് ഇനിയും ഏകദേശം അരമണിക്കൂർ അടുത്ത ദൂരം യാത്രയുണ്ട്. പക്ഷേ നിർത്തിയിട്ടിരിക്കുന്ന സമയം ചുറ്റുമൊന്ന് നോക്കിയപ്പോൾ പെട്ടെന്ന് മനുവിൻ്റെ കണ്ണിൽ ഒരു രൂപം ഉടക്കി. ഒരു തവണ കണ്ട് പെട്ടെന്ന് നോട്ടം മാറ്റി. പക്ഷേ അത് തനിക്ക് പരിചിതമായ രൂപമാണെന്ന് മനസ്സിലായതും മനു ഒന്നുകൂടി നോക്കി. പെട്ടെന്ന് ഒന്നുകൂടി നോക്കിയപ്പോഴേക്കും അവിടെ കാണുന്നുമില്ല അതിനെ. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാട്ടോ. ബൈ.